സോ ഗൈസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഒരു കോയിൻ നിങ്ങളുടെ വാളറ്റിൽ കിട്ടിയ ശേഷം എങ്ങനെ ഇത് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ ഇതിൽ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ലെറ്ററോ ഒരു സ്പേസോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാളറ്റിൽ നിന്നത് മിസ്സാവും. സോ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു വീഡിയോ പ്രോപ്പറായിട്ട് കണ്ട് മനസ്സിലാക്കണം. ഞാൻ ഈ ഒരു വീഡിയോയിൽ ടോൺ കീപ്പർ വാൾട്ട്, ബിറ്റ്ഗെറ്റ് വാൾട്ട്, ദെൻ ടെലിഗ്രാം വാൾട്ട്, ഈ ഒരു 3 വാൾട്ടിൽ നിന്നും എങ്ങനെയാണ് നമ്മുടെ എക്സ്ചേഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ അതിന് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ വാളറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ എൻ്റെ ടോൺ കീപ്പറിൻ്റെ വാൾട്ടാണ് ഈ ഓപ്പൺ ചെയ്യുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് നിങ്ങളുടെ ടോൺ കീപ്പറിൻ്റെ വാൾട്ട് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ എനിക്കിവിടെ 0.39 ടോൺസ് എൻ്റെ കയ്യിലുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡോഗ്സിൻ്റെ കേസ് ആയിക്കോട്ടെ, നല്ല ബ്ലൂം ആയിക്കോട്ടെ, ഏത് കോയിൻ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഏത് വാൾട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അതിലേക്ക് റിസീവ് ആവുമല്ലോ. ആയി കഴിയുമ്പോൾ ചെയ്യേണ്ട പ്രൊസീജിയറാണ് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ ടോണിൻ്റെ ഒരു ഉദാഹരണം എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു ടോണിന് പകരം നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് എടുക്കുക, ഏത് വേണം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പ്രൊസീജിയർ എല്ലാം സെയിം ആണ്. സോ ഫസ്റ്റ് നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, സെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ സപ്പോസ് നിങ്ങൾക്ക് ഇവിടെ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ USDTക്ക് വരെ എന്ത് വരും, ഇവിടെ HMSTR എന്ന് പറഞ്ഞ് വരും. സോ അപ്പോൾ നിങ്ങൾ അത്തേ ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതാണ് എനിക്ക് സെൻഡ് ചെയ്യാനുള്ളത്. സോ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, സെൻഡേ ക്ലിക്ക് ചെയ്തു. ഓക്കെ, അപ്പോൾ സെൻഡേ ക്ലിക്ക് ചെയ്യുന്ന സമയം നമ്മളോട് ചോദിക്കും, അഡ്രസ്സ് ചോദിക്കും, ഏത് അഡ്രസ്സിലേക്കാണ് ഞാൻ സെൻഡ് ചെയ്യേണ്ടത്. നമ്മൾ കത്തൊക്കെ അയക്കുന്ന പോലെ തന്നെ ഏത് അഡ്രസ്സിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഇവിടെ അതുകൊണ്ട് ഉദാഹരണത്തിന് ടോൺ കോയിനാണ് എൻ്റെ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ടോണെ ക്ലിക്ക് ചെയ്തു, ഞാൻ സെൻഡേ കൊടുത്തു. അപ്പോൾ എനിക്ക് ഏത് അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യേണ്ടത് ചോദിക്കും. അപ്പോൾ നമുക്ക് അത് എവിടെ കിട്ടും, അതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഏത് എക്സ്ചേഞ്ചിലേക്കാണ് സെൻഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാൻ ഉദാഹരണത്തിന് എൻ്റെ കൂക്കോയിൻ എന്ന് പറയുന്ന എക്സ്ചേഞ്ചിലേക്കാണ് ഞാൻ സെൻഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് ഞാൻ കൂക്കോയിൻ ഞാൻ ഓപ്പൺ ചെയ്യുന്നു. കൂക്കോയിൻ ഓപ്പൺ ചെയ്ത് നമുക്ക് ഇവിടെ എന്താ, എനിക്ക് ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് വരികയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് എനിക്ക് ചെയ്യേണ്ടത് അല്ലേ. എനിക്ക് അവിടെ നിന്ന് സെൻഡ് ചെയ്യുമ്പം എനിക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ആവണം. സോ ഞാൻ എന്ത് ചെയ്തു, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ ക്ലിക്ക് ചെയ്തു. ഡെപ്പോസിറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയം നമുക്ക് ക്രിപ്റ്റോ, ഫിയറ്റ് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ നമുക്ക് ഇവിടെ കാണിക്കും. എനിക്ക് എൻ്റെ ക്രിപ്റ്റോ കോയിനാണ്, ടോൺ എന്ന് പറഞ്ഞ ക്രിപ്റ്റോ കോയിനാണ് എനിക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ആണെന്നുണ്ടെങ്കിൽ സപ്പോസ് ഈ എക്സ്ചേഞ്ചിൽ ഹാംസ്റ്റർ കോമ്പാക്റ്റ് ലിസ്റ്റ് ചെയ്ത് കൂട്ടിക്കോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, HMSTR എന്ന് ഇവിടെ സെർച്ച് ചെയ്യും. ഇനിയിപ്പോൾ ഡോഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഡോഗ്സ് ഞാൻ സെർച്ച് ചെയ്യും. ഇനിയിപ്പോൾ ബ്ലൂം എന്നാണെന്നുണ്ടെങ്കിൽ ബ്ലൂം എന്ന് സെർച്ച് ചെയ്യും. ഓക്കെ, അപ്പോൾ ഏത് കോയിനാണ് നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇത് ചെയ്യേണ്ടത്, ആ കോയിൻ നിങ്ങളിവിടെ ചൂസ് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ ടോൺ ആയതുകൊണ്ട് ഞാൻ ഇവിടെ ടോൺ കോയിൻ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ വന്നു, ടോൺ എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ എനിക്കിവിടെ നെറ്റ്വർക്ക് ഏതാണെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഈ ടോൺ കോയിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഏതാണ്, ടോൺ തന്നെയാണ്. ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ നെറ്റ്വർക്ക് വരുന്നത് ടോൺ ആണ്, ഡോഗ്സിൻ്റെ നെറ്റ്വർക്ക് വരുന്നത് ടോൺ ആണ്. അങ്ങനെ നിങ്ങളത് നോക്കി വെക്കണം. ഇതിപ്പം പിക്സൽ വേഴ്സിൻ്റെ ആണെങ്കിൽ എതേറിയൻ നെറ്റ്വർക്ക് ആയിരുന്നു, ERC20 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നിങ്ങൾ നെറ്റ്വർക്ക് ടോൺ ഞാൻ ചൂസ് ചെയ്തു, ഗോട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു അഡ്രസ്സ് വന്നു. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ കത്തയക്കുന്ന കേസ് നിങ്ങൾ വിചാരിച്ചാൽ മതി, ഏത് അഡ്രസ്സിലേക്കാണ് സെൻഡ് ചെയ്യുന്നത്, ആ ആളുടെ പ്രോപ്പർ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് അവിടെ സംഭവം ചെല്ലത്തുള്ളൂ. ഇതിൽ നിങ്ങൾ പിൻകോഡാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതുപോലെയാണ് നമുക്കിവിടെ അഡ്രസ്സ് എന്ന് പറഞ്ഞ സാധനം. അത് ഞാൻ എന്ത് ചെയ്തു, ഇവിടെ കോപ്പിയെ ക്ലിക്ക് ചെയ്തു. കോപ്പിയെ ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ അഡ്രസ്സിന് ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്യണം. അലോ പേസ്റ്റ് കൊടുത്തു. ഇവിടെ കമൻറ്റ് നമ്മളോട് ചോദിക്കുന്നത്, ഈ കമൻറ്റ് എന്ന് പറയുന്ന സാധനം എന്താണ്, ഇവിടുത്തെ മെമ്മോയാണ്. സോ അത് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ കോപ്പി ചെയ്തു, നേരെ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു, അലോ പേസ്റ്റ് കൊടുത്തു. ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എനിക്കിവിടെ സെൻഡ് ചെയ്യേണ്ടത് എന്താണ്, ഹാംസ്റ്റർ കോമ്പാക്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ടോണാണ് ഞാൻ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സെൻഡ് കൊടുത്തു, ടോണെ ക്ലിക്ക് ചെയ്തു, സെൻഡ് കൊടുത്തു. എന്നോട് ഇവിടുത്തെ അഡ്രസ്സ് എന്നോട് ഇവിടെ ഏത് അഡ്രസ്സിലേക്കാണ് സെൻഡ് ചെയ്യണം അവിടെ എന്നോട് പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഞാൻ നേരെ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്തു, ഇവിടെ കോപ്പി ചെയ്തു, നേരെ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്തു. ഇത് നിങ്ങൾ മാനുവലായിട്ട് പേസ്റ്റ് ക്ലിക്ക് ചെയ്യുള്ളൂ. കാരണം എന്തെങ്കിലും എററും കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഒരു അക്ഷരം അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്പേസോ മാറിപ്പോയിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ദെൻ കമൻറ്റിൻ്റെ അവിടെ ചോദിച്ചപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മെമ്മോയെ ക്ലിക്ക് ചെയ്തു, കോപ്പി ചെയ്തു, ഡയറക്റ്റ് ഇവിടെ പേസ്റ്റേ ക്ലിക്ക് ചെയ്തു, അലോ പേസ്റ്റ് കൊടുത്തു. യെസ്, ഇത്രേ ഉള്ളൂ കേസ്. ഇനി ഞാൻ കണ്ടിന്യൂ കൊടുത്തു. എത്ര മാത്രം എനിക്ക് സെൻഡ് ചെയ്യണം മാക്സിമം. ഓക്കെ, ഇവിടെ കണ്ടിന്യൂ കൊടുത്തു. ഇതുണ്ടോ, ഇവിടെ ഫീ ആയിട്ട് പോകുന്നുണ്ടോ, 0.002 ടോൺ കോയിൻസ് എനിക്ക് നഷ്ടമാവുന്നുണ്ട് ഇവിടെ സെൻഡ് ചെയ്യുന്ന സമയത്ത്. നിങ്ങളിപ്പം ഹാംസ്റ്റർ കോമ്പാക്റ്റിൻ്റെ കോയിനെ സെല്ല് ചെയ്യുന്നതെങ്കിൽ, വാൾട്ട് വഴി സെല്ല് ചെയ്യുന്നതെങ്കിൽ അവിടെ ഇതുപോലെ എന്ത് ചോദിക്കും, ടോൺ കോയിൻസ് തന്നെയായിരിക്കും ട്രാൻസാക്ഷൻ ഫീ ആയിട്ട് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ വാൾട്ടിൽ എന്ത് വേണം, ടോൺ കോയിൻസ് ആവശ്യം വരും. ഇപ്പോൾ ബ്ലൂം കോയിൻ ആയിക്കോട്ടെ, ഡോഗ്സ് കോയിൻ ആയിക്കോട്ടെ, ഏത് കോയിനായിപ്പോൾ ട്രാൻസാക്ഷൻ ഫീസ് വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് ടോൺ കോയിൻസ് ആണ്. ഞാനിപ്പോൾ ടോൺ കോയിൻ സെൻഡ് ചെയ്തുകൊണ്ടല്ല എനിക്ക് ടോൺ കോയിൻസ് ഫീ ആയിട്ട് പോയത്, എൻ്റെ
ടോൺ നെറ്റ്വർക്കിലുള്ളതായതുകൊണ്ടാണ് എനിക്ക് ടോൺ കോയിൻസ് പോയത് ഫീ ആയിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ കൺഫേം ആൻഡ് സെൻഡ് കൊടുത്ത് കഴിഞ്ഞാൽ എന്താവും, എൻ്റെ ഈ ഒരു വാളറ്റിൽ നിന്ന് എൻ്റെ ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് ഡെപ്പോസിറ്റ് ആവും. ഞാൻ ഇവിടെ സെൻഡ് ചെയ്തതിനെ കാണിച്ചു തരാം. ഇത് ഇവിടെ മേളിൽ കണ്ടോ ഒരു ടൈമിൻ്റെ ഐക്കൺ കണ്ടോ, ഹിസ്റ്ററി എന്ന് പറയും. ഈ ഹിസ്റ്ററി ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെ ഇവിടെ വരും. ഓക്കെ, ഇതിപ്പോൾ വിഡ്രോ ചെയ്തതിനാണെന്നുണ്ടെങ്കിൽ 15 USD ഇവിടുന്ന് വിഡ്രോ ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെയായിട്ട് വരുന്നുണ്ട്. ടോൺ കോയിൻസ് ആണ് ഇവിടെ വിഡ്രോ ചെയ്തേക്കണേ. സോ അതുകൊണ്ട് ഇവിടെ ടോൺ കോയിൻസ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്തതിൻ്റെയായിട്ട് കാട്ടുന്നുണ്ട്. സോ ഇങ്ങനെയാണ്, ഇതാണൊരു ബേസിക് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിൻ്റെ. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ടോൺ വാൾട്ട്, ടോൺ കീപ്പർ വാൾട്ടിൽ നിന്നാണ് ഞാൻ സെൻഡ് ചെയ്തത്. ഇത് സപ്പോസ് ബിറ്റ്ഗെറ്റ് വാൾട്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്ന കൂട്ടിക്കോ, എവറിത്തിങ് സെയിം, ഒരു വ്യത്യാസം ഉണ്ടാകത്തില്ല. എനിക്കിവിടെ എന്താണ് സെൻഡ് ചെയ്യേണ്ടത്? ഇപ്പോൾ സപ്പോസ് ടോൺ കോയിനാണ് എനിക്ക് സെൻഡ് ചെയ്യേണ്ടത്. ഞാൻ ഇവിടെ ടോണെ ക്ലിക്ക് ചെയ്തു. എനിക്ക് എന്താ ചെയ്യേണ്ടത്? സെൻഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ടു ഏത് അഡ്രസ്സിലേക്കാണ് അത് റിസീവ് ആകുന്നത്? അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? നേരെ സെയിം പ്രൊസീജിയർ. ഇപ്പോൾ ഞാൻ ഏത് എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിലും ഞാൻ എന്ത് ചെയ്താൽ മതി, നേരെ കയറിയിട്ട് ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. ഏതാണോ എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത്, ടോണാണ് എനിക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ളത്, ടോൺ ഞാൻ ക്ലിക്ക് ചെയ്തു. ഏത് നെറ്റ്വർക്കാണ് വരുന്നത്? ടോൺ നെറ്റ്വർക്കാണ് വരുന്നത്. ഗോട്ട് ഇറ്റ്. അഡ്രസ്സ് വന്നു. ഇത് ഞാൻ കോപ്പി ചെയ്തു, നേരെ കൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് കൊടുത്തു. എമൗണ്ട് നമുക്ക് മാക്സിമം, എൻ്റെ ഇവിടെ 0 ഒന്നുമില്ല, എൻ്റർ മെമ്മോ കോപ്പി ചെയ്തു. ഇവിടെ ഞാൻ പേസ്റ്റ് കൊടുത്തു, അലോ പേസ്റ്റ്. ഇത്ര ഉള്ളൂ പരിപാടി. ഇവിടെ എനിക്ക് കോയിനൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിത് എന്ത് കാണിക്കാത്തത്, 0 എന്ന് പറഞ്ഞാൽ അവൈലബിൾ ടോൺ 0 ആയതുകൊണ്ടാണ്. കൺഫേം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് എന്താവും, എമൗണ്ട് എൻ്റെ ഇല്ലാത്തതുകൊണ്ടാണ്. കൺഫേം കൊടുത്തു കഴിയുമ്പോൾ നേരെ ഈ ഒരു എക്സ്ചേഞ്ചിലേക്ക് ഈ ഒരു കോയിൻ ഡെപ്പോസിറ്റ് ആവും. ഇങ്ങനെയാണ് നമ്മൾ ബിറ്റ്ഗെറ്റ് വാൾട്ടിൽ നിന്ന് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് എന്താ ടെലിഗ്രാം വാൾട്ട് നമുക്ക് നോക്കാം. ടെലിഗ്രാം വാൾട്ട് നമുക്ക് എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ടെലിഗ്രാം ഓപ്പൺ ചെയ്യുക, നമ്മുടെ വാളറ്റ് എടുക്കുക. ഇവിടെ നമുക്ക് മെമ്മോ പേസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ പോലും നമുക്ക് കാട്ടത്തില്ല. കാരണം എന്താണ്, സെൻഡെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്താണ്, വാളറ്റ് എംറ്റി എന്ന് പറഞ്ഞ് കാണിക്കും. ഈ സെൻഡെ ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെയൊക്കെ വന്ന പോലെ തന്നെ സെയിം രീതിയിൽ അഡ്രസ്സും പിന്നെ മെമ്മോയും കാണിക്കും. എൻ്റർ പേസ്റ്റ് ചെയ്യാൻ പറഞ്ഞ് കാണിക്കും. എന്നിട്ട് കൺഫേം കൊടുത്തു കഴിയുമ്പം ഇവിടെയുള്ള കോയിൻസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബേസിക് പ്രൊസീജിയർ. നിങ്ങളിപ്പോൾ ഏത് വാളറ്റ് യൂസ് ചെയ്താലും സെൻഡ്, റിസീവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ്, വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഈ ഓപ്ഷൻ എവിടെ നിന്ന് കണ്ടുപിടിക്കുക, അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്യുക. ഇത്രേ ഉള്ളൂ ഇതിനകത്തെ പ്രൊസീജിയർ വരുന്നത്. സോ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഗൈസ്, അപ്പം വീഡിയോ ഇൻഫോർമേറ്റീവ് ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും തന്നെ പ്രോപ്പറായിട്ട് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കും, ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്.